ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചാർജ് എടുത്ത മുജ്തബ ഖമനേയിക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് റഷ്യയിൽ ചികിത്സയിലാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ. റഷ്യയുടെ സംരക്ഷണയിൽ ചികിത്സ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത വ്ളാഡിമിർ പുടിൻ ഒരു പ്രത്യേക സൈനിക വിമാനത്തിൽ മുജ്തബ ഖമനേയിയെ മോസ്കോയിലേക്ക് കൊണ്ടുപോയെന്ന് കുവൈറ്റ് ആസ്ഥാനമായുള്ള അൽ ജരീദ പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഒഴിപ്പിക്കൽ അതീവ രഹസ്യമായാണ് നടത്തിയതെന്നും എന്നാൽ പരമോന്നത നേതാവുമായി അടുപ്പമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നാണ് തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചതെന്നും അൽ ജരീദ അവകാശപ്പെടുന്നു. അതേസമയം റഷ്യൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയും ഭരണ കേന്ദ്രമായ ക്രെംലിനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റഷ്യൻ നയതന്ത്രജ്ഞൻ ദിമിത്രി പെസ്കോവ് ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിച്ചില്ല. മുജ്തബ ഖമനേയി ജീവനോടെയില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അത് വാസ്തവ വിരുദ്ധമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ അറിയിച്ചു. പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഇപ്പോൾ അതീവ നിയന്ത്രണത്തിലാണെന്നും പറയുന്നു. മുജ്തബ ഖമനേയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും ഇപ്പോൾ IRGCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. മുജ്തബയുടെ സന്ദേശങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് IRGC ഉദ്യോഗസ്ഥരാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ മുജ്തബ ഖമനേയി ജീവനോടെ ഇല്ല എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മുജ്തബയുടെ ആരോഗ്യ നിലയെക്കുറിച്ച് അമേരിക്ക പലപ്പോഴായി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ആദ്യം ഗുരുതരമായി പരിക്കേറ്റ് ശരീരത്തിന്റെ രൂപം തന്നെ മാറിപ്പോയെന്നുവരെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന്റെ തുടക്കത്തിൽ തന്നെ പരമോന്നത നേതാവായിരുന്ന അയതൊള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. അതേ ആക്രമണത്തിലാണ് മുജ്തബയ്ക്കും പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ മകനും ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു. അലി ഖമനേയിക്ക് പിന്നാലെ മുജ്തബയെ പരമോന്നത നേതാവായി ഇറാൻ അവരോധിച്ചിരുന്നു. എന്നാൽ സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. പകരം എഴുതി തയ്യാറാക്കിയ പ്രസ്താവനകളാണ് പുറത്തു വന്നത്. അതോടെയാണ് മുജ്തബ ഖമനേയി ജീവനോടെ ഇല്ല എന്നുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത്. ഇറാനും അമേരിക്ക ഇസ്രയേൽ സംഘവും തമ്മിലുള്ള പോരാട്ടം 3ാം ആഴ്ചയിലും തുടരുകയാണ്. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ തങ്ങളുടെ പ്രദേശത്തേക്ക് വരുന്നതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. അതേപോലെ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലും ഒരു സ്ഫോടനമുണ്ടായി. ചൊവ്വാഴ്ച പുലർച്ചെ ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിയെ ലക്ഷ്യമിട്ട് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായതായി ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ആക്രമണം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും തീവ്രമായ ആക്രമണമായിരുന്നു ഇതെന്നും കുറഞ്ഞത് 5 ഡ്രോണുകളെങ്കിലും ഉപയോഗിച്ചു എന്നും ബാഗ്ദാദ് പറയുന്നു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ അമേരിക്ക കൂടുതൽ മെച്ചപ്പെട്ട നിബന്ധനകൾ ആഗ്രഹിക്കുന്നുവെന്നും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിലെ കപ്പൽ ഗതാഗതം ബ്ലോക്ക് ചെയ്യുകയും ഊർജ്ജ മേഖലകളെ തളർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സംഘർഷത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നുമാണ് അമേരിക്ക പറയുന്നത്. അതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തങ്ങൾ ചർച്ചകൾക്കോ അല്ലെങ്കിൽ വെടിനിർത്തലിനോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അമേരിക്കക്കാരുമായി സംസാരിക്കേണ്ടതിന്റെ ഒരു കാരണവും ഞങ്ങളിപ്പോൾ കാണുന്നില്ല. കാരണം അവർ ഞങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് 2ാമത്തെ തവണയായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിജയ സാധ്യതയില്ലാത്ത ഒരു നിയമവിരുദ്ധ യുദ്ധം ഇപ്പോൾ നടത്തുകയാണെന്ന് അംഗീകരിക്കുന്നതുവരെ ഇറാൻ സ്വയം പ്രതിരോധിക്കുന്നത് തുടരുമെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു.